നമ്മൾ ഈ 10 നാളുകളിൽ നമുക്ക് തക്ബീറുൽ മുത്തലഖ് ഉണ്ട്, പിന്നെ തുടർന്ന് തക്ബീറുൽ മുഖയ്യദുമുണ്ട്. തക്ബീറുൽ മുത്തലഖ് എന്ന് പറഞ്ഞെങ്കിൽ സമയബന്ധിതമല്ലാതെ നമ്മൾ നിർവഹിക്കുന്ന തക്ബീറുകളാണ്. തക്ബീർ അതിൻ്റെ പ്രയോഗങ്ങൾ നമ്മൾ കേട്ടു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള പ്രയോഗം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മറ്റൊരു പ്രയോഗം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പിന്നെ ഇബ്നു അബ്ബാസിൽ നിന്നൊരു പ്രയോഗം അല്ലാഹു അക്ബർ കബീറ അല്ലാഹു അക്ബർ കബീറ അല്ലാഹു അക്ബർ വ അജൽ. അതേപോലെ സൽമാൻ ഫാരിസിയിൽ നിന്ന് മറ്റ് തക്ബീറിൻ്റെ പ്രയോഗം അല്ലാഹു അക്ബർ കബീറ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല തുടങ്ങി തക്ബീറിൻ്റെ വിവിധ പ്രയോഗങ്ങൾ. അല്ലാഹുവിനുള്ള തക്ബീറും തഹ്മീദും തഹ്ലീലുമൊക്കെ ഒത്തുള്ള ഈ തക്ബീർ പ്രയോഗങ്ങളെ അത് നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അതിന് വിധേയരാകാൻ നമ്മളിവിടെ ചെയ്യേണ്ടത്. അത് തക്ബീറുൽ മുത്ലഖ്. മുഖയ്യദ് എന്ന് പറയുമ്പോൾ ഇത് സമയബന്ധിതമായിട്ടുള്ള തക്ബീർ എന്ന് പറഞ്ഞെങ്കിൽ അറഫ ദിവസത്തിൻ്റെ ഫജ്ർ നിസ്കാരം മുതൽ ഫർദ് നമസ്കാരങ്ങളുടെ ശേഷം നിർവഹിക്കുന്ന പ്രത്യേക തക്ബീർ. അത് അയ്യാമു തശ്രീഖിൻ്റെ അവസാനം വരെ, അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 13-ൻ്റെ അസർ നിസ്കാര ശേഷം വരെ ഉള്ള തക്ബീർ. അത് സഹാബികളൊക്കെ നിർവഹിച്ചിരുന്നതാണ്. ഫർദ് നിസ്കാര ശേഷം നിർവഹിച്ചിരുന്ന പ്രത്യേക തക്ബീർ.